ഇതുവരെ നാം പറഞ്ഞു നിർത്തിയത് മക്കൾക്ക് വേണ്ടി ധാരാളം സ്നേഹം നൽകി വളർത്തിയ അമ്മ ഒരു ദിവസം അച്ഛൻ്റെ മരണത്തിലൂടെ ശാരീരികമായും മാനസികമായും തകർന്നു പോകുന്നു. വൃദ്ധയായ അമ്മയുടെ സംരക്ഷണം മക്കളിലാകുന്നു. മക്കൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി അമ്മയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ജബ് തക് ജീവിത് രഹി മാ, അമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം, ജീവിത് രഹി ലിവിങ്, ജീവിക്കുക. ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ, ഞങ്ങൾ മക്കൾ ഞങ്ങളുടെ തോളുകൾ, ഞങ്ങളുടെ ഉത്തരവാദിത്തം മാറ്റിക്കൊണ്ടിരുന്നു. ബദൽത്തെ രഹേ മാറ്റുക. മാ ആഖിർ മാഹി തോഹേ, അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്. ബാർ ബാർ ഹമേ കന്ദേ ബദൽത്തെ ദേഖ്, വീണ്ടും വീണ്ടും ഞങ്ങൾ ഉത്തരവാദിത്തം മാറ്റുകയാണ് എന്നു കണ്ടപ്പോൾ ഹമാരെ കന്തോം സേ ഉത്തർ ഗയി മാം, അമ്മ ഞങ്ങൾക്ക് ഭാരമാണെന്ന് തിരിച്ചറിഞ്ഞ് അമ്മ ഞങ്ങളുടെ ചുമലിൽ നിന്നും ഇറങ്ങിപ്പോയി. അതായത് അമ്മ മരിച്ചുപോയി. ഉത്തർ ഗയി മരിക്കുക. അവർ മാം കെ കന്തോ സേ ഉത്തർത്തേ ഹി, അമ്മ മരിച്ചുപോയതും ഉത്തർ ഗയെ ഹമാരെ കന്തേ, അമ്മയുടെ മരണശേഷം ഞങ്ങൾ ദുർബലരായി, ഞങ്ങൾ മക്കൾ ആശ്രയമില്ലാത്തവരായി. ഉത്തർ ഗയെ ആശ്രയമില്ലാത്തവരാവുക. इस चित्र में बूढ़ी माँ की सहायता बच्चे कर रहे हैं. सबसे पहले बचपन में माँ उन्हें कैसे पालती है, यह तस्वीर मुझे हमें वहाँ दिखाई दे रहा है. उसके बाद बुढ़ापे में बच्चे हम माँ को कैसे संरक्षण देते हैं, वे बच्चे अपना उत्तरदायित्व निभाते हैं. ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് വൃദ്ധയായ അമ്മയെ മക്കൾ എങ്ങനെ സംരക്ഷിച്ചു എന്നാണ്. അതിനടുത്തായി തന്നെ ആ മക്കളെ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് അമ്മ സംരക്ഷിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മക്കൾ അവരുടെ കർത്തവ്യം, അമ്മ വൃദ്ധയായതിനു ശേഷം അസുഖം വന്ന് കിടപ്പിലായപ്പോൾ ആ അമ്മയെ അവരെ നല്ല രീതിയിൽ നോക്കി അവരുടെ കാര്യങ്ങൾ നിറവേറ്റി. അങ്ങനെയുള്ള ആ അമ്മയോടുള്ള സ്നേഹവും ലാളനയും എല്ലാ മക്കൾ ആ സ്നേഹം അമ്മയ്ക്ക് തിരിച്ചു നൽകിയെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്നേഹവും സംരക്ഷണവും നൽകി വളർത്തുന്ന ആ മക്കളെ വളർത്തുന്ന അമ്മ തിരിച്ചും മക്കളിൽ നിന്ന് അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഏതൊരമ്മയുടെയും ആഗ്രഹമാണ് തൻ്റെ മക്കൾക്ക് താനൊരു ഭാരമാകരുത് എന്നുള്ളത്. എന്നാൽ വാർദ്ധക്യാവസ്ഥയിൽ എത്തിച്ചേരുന്ന അമ്മയ്ക്ക് തൻ്റെ മക്കൾക്കൊരു ഭാരമായി തീരുകയും പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ആ അമ്മ നഷ്ടപ്പെടുകയും അമ്മയുടെ മരണത്തിന് ശേഷമാണ് ആ മക്കൾ തിരിച്ചറിയുന്നത് താങ്കൾ നിരാശ്രരായിത്തീർന്നു എന്ന് മക്കൾ തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള ഒരു മനോഹരമായ കവിതയാണ് ഇവിടെ നരേന്ദ്ര പുണ്ടരിക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കവിതയിൽ വരുന്ന പ്രധാനപ്പെട്ട ശബ്ദാർത്ഥങ്ങളാണ് പറയുന്നത്. മയ്യ, മദർ, ആയി, ടു കം, ചിട്ടി, ലെറ്റർ, പുൽ, ബ്രിഡ്ജ്, ബീച്ച്, ബിറ്റ്വീൻ, ബേദടക്, റെസ്ലെസ്, അച്ചാനക്, സഡൻലി, ടൂട്ടി, ബ്രോക്കൺ, ധീരെ, സ്ലോ, ബുഡാന, ബിക്കം ഓൾഡ്. ബാർ ബാർ, വീണ്ടും വീണ്ടും, എഗെയിൻ ആൻഡ് എഗെയിൻ, ആദത്ത്, ഹാബിറ്റ്, कंधों में आना, टू बी ए बर्डन, महसूस करना, टू थिंक, वृषभ कंधा, स्ट्रॉन्ग शोल्डर्स, भारी होना, बिकेम वीक, बदलते रहे, टू चेंज, आखिर, एट लास्ट, कंधे उतरना, टू डाई. आए दिन, एवरी डे, हरी लाल बत्ती, ग्रीन एंड रेड लाइट, चुक चुक, चक चक, साउंड ऑफ ए ट्रेन, मानते रहे, टू ओबे और टू थिंक, हाथों हाथ रहती, on that days, कंधों से उतरना, died. टेक्स्ट बुक ले क्वेश्चंस एंड आंसर्स. क्वेश्चन नंबर 1, पुल बनी थी माँ, आशय ग्रहण के प्रश्न. പുൽ ബനീതി മാ സെ ക്യാ താത്പര്യ ഹെ, അമ്മ പാലമായിരുന്നു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ, പുൽ ദോ കിനാരോं को आपस में जोड़ता है, പാലം രണ്ടു തീരങ്ങളെ ഒരുമിപ്പിക്കുന്നു, കൂട്ടിച്ചേർക്കുന്നു. जोड़ता है, കൂട്ടിച്ചേർക്കുക. മാ പരിവാർ കെ ഹർ സദസ്യോं को, അമ്മ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കുമിടയിൽ
ആപ്പസ് മേ ജോഡ്നെ വാലി കടി തീ, കുടുംബങ്ങളെ പരസ്പരം കൂട്ടിച്ചേർക്കുന്നു അമ്മ. ഇസ്ലിയെ മാ കോ പുൽ കഹാ ഗയാ ഹെ, അതുകൊണ്ടാണ് അമ്മയെ പാലമാണ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ബുഡാ രഹി ഹെ മാ, ഇസ്കാ ആശയ് ക്യാ ഹെ, വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു അമ്മ എന്നതിന്റെ ആശയം എന്താണ്? പ്രസ്തുത് പങ്ക്തി കാ ആശയ് യഹ് ഹെ കി, ഈ വരികളുടെ അർത്ഥം മാ കെ ശരീർ പർ ബുഡാപ്പെ കാ അസർ ദിഖ്നെ ലഗാ, അമ്മ വൃദ്ധാവസ്ഥയിലേക്ക് എത്തി തുടങ്ങി. വഹ് ശാരീരിക और മാനസിക് രൂപ് സെ കംജോർ ഹോനെ ലഗി, ശാരീരികമായും മാനസികമായും അമ്മ ദുർബലയായി. കംജോർ ഹോന ദുർബലയാവുക. മാ ആഖിർ മാ ഹി തോ ഹെ, ഇസ്സെ ആപ്നെ ക്യാ സംഝ, അമ്മ എന്താണെങ്കിലും അമ്മയാണല്ലോ, ഇതിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? इसका मतलब है कि माँ का मातृत्व बच्चों की कठिनाइयों को अच्छी तरह जानता है. इसका मतलब എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇതിനർത്ഥം മാ കാ മാതൃത്വം, അമ്മയുടെ മാതൃത്വം കുട്ടികളുടെ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കും. കഠിനായ ബുദ്ധിമുട്ടുകളെ, കുട്ടികളെ മനസ്സിലാക്കാൻ ഏറ്റവും കഴിയുന്നത് അമ്മയ്ക്കാണ്. അർത്ഥാത് മാ അപ്നെ ബച്ചോं के बारे में सब कुछ जानती है. അർത്ഥാത് എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം അമ്മ അപ്നെ ബച്ചോं के बारे में, തന്റെ കുട്ടികളെ സബ് കുച്ച് ജാൻതി ഹെ, അമ്മയ്ക്ക് തന്റെ കുട്ടികളെ കുറിച്ച് എല്ലാം അറിയാൻ കഴിയും. ജാൻതി ഹെ, അറിയുക. അടുത്തത് പുൽ ബനി थी मां, अभ्यास के प्रश्न. क्वेश्चन नंबर 1. बेटों का जीवन बेरोक टोक चलती गाड़ी के समान रहा. ഈ കൊടുത്തിരിക്കുന്ന വരിയുടെ ആശയം ഇവിടെ ഉണ്ട്. എന്നാൽ നമുക്ക് ആ വരിയാണ് കവിതയിൽ നിന്നും കണ്ടെത്തേണ്ടത്. അതിന് വരുന്ന കവിതയിലെ വരികള് ദൗഡ്തി थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. ഈ വരികളിലൂടെയാണ് മക്കളുടെ ജീവിതം നിർബാധം ഓടുന്ന വണ്ടിയെ പോലെയായിരുന്നു എന്നർത്ഥം വരുന്നത്. ബേട്ടെ അപ്നെ ദായിത്വ ബദൽത്തെ രഹേ, മക്കൾ സ്വന്തം ഉത്തരവാദിത്തം കൈമാറിക്കൊണ്ടിരുന്നു. ഇവിടെയും ആശയം തന്നിട്ടുണ്ട്. കവിതയുടെ വരി, ഏത് വരിയിലാണ് ഈ ആശയം വരുന്നത് എന്നാണ് നാം എഴുതേണ്ടത്. ആ ടെക്സ്റ്റ് ബുക്കിലെ ലൈൻസ് ജബ് തക് ജീവിത് രഹി മാം ഹം ബദൽത്തെ രഹേ അപ്നെ കന്ദേ. ക്വസ്റ്റ്യൻ നമ്പർ 4. മാ കെ ചലേ ജാനെ സെ ബേട്ടെ ബേസഹാരെ ബനെ, അമ്മ മരിച്ചു പോയപ്പോഴാണ് മക്കൾ ആലംബഹീനരായത്. വരി और माँ के कंधों से उतरते ही उतर गए हमारे कंधे. കവിത കാ പരിചയ ദേത്തെ ഹുയെ ടിപ്പണി ലിഖേ, കവിതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുറിപ്പെഴുതാം. ഉത്തരം, ആദ്യം ഒരു കുറിപ്പെഴുതുമ്പോൾ നമുക്ക് ഹെഡിംഗ് ആണ് ആവശ്യം. ഹെഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പുൽ ബനി थी मां बदलते पारिवारिक संबंधों की आलोचना. कविता पुल बनी थी मां बूढ़े बुजुर्गों के प्रति उत्तरदायित्वों से विमुख होती जा रही नई पीढ़ी के व्यवहार को दर्शाता है. പുൽ ബനി थी मां എന്നുള്ള ഈ കവിത നമ്മുടെ വീട്ടിലുള്ള വൃദ്ധരായ ആളുകളോടുള്ള ഒരു തന്റെ ചുമതലയോടുള്ള വൈമുഖ്യമാണ്, പുതിയ തലമുറയ്ക്കുള്ള വൈമുഖ്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. कविता में माँ के पुल होने और पुल से बोझ बनने की हालत पर चर्चा की गई है. ഈ കവിതയില് അമ്മ ഒരു പാലമാണെന്നും ആ പാലമാകുന്ന അമ്മ പിന്നീട് ഒരു ഭാരമായി തീരുന്നുവെന്നുമുള്ള അവസ്ഥയെയാണ് ചർച്ച ചെയ്യുന്നത്. ബൂഡേ ബുജുർഗ് വൃദ്ധരായവർ, ഉത്തരദായിത്വ ചുമതല, വിമുഖ് വിമുഖത, നയി പീഡി ന്യൂ ജനറേഷൻ പുതിയ തലമുറ, വ്യവഹാർ പെരുമാറ്റം, ദർശാത്ത ഹെ കാണിക്കുന്നു, ബോജ് ഭാരം, ഹാലത്ത് അവസ്ഥ. മാം ഭായിയോं के बीच पुल बनी थी, അമ്മ സഹോദരന്മാർക്കിടയിൽ ഒരു പാലമായിരുന്നു. പുൽ दो किनारों को आपस में जोड़ता है, പാലം രണ്ടു തീരങ്ങളെ
ഒരുമിപ്പിക്കുന്നു. കിനാര തീരം, ആപ്പസ് മേ പരസ്പരം, जोड़ता है യോജിപ്പിക്കുന്നു. माँ परिवार के हर सदस्यों को आपस में जोड़ने वाली कड़ी रही. അമ്മ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും, ഹർ സദസ്യ എല്ലാ അംഗങ്ങളെയും, പരസ്പരം ആപ്പസ് മേ ജോഡ്നെ വാലി കടി രഹി കൂട്ടിച്ചേർക്കുന്ന വ്യക്തിയായിരുന്നു. ഇസ് മാരൂപി പുൽ സെ അമ്മയാകുന്ന ഈ പാലത്തിൽ ബച്ചോं की जिंदगी रूपी रेलगाड़ी ബേരോക് ടോക്ക് ചൽത്തി രഹി മക്കളുടെ ജീവിതം ഒരു തീവണ്ടിക്ക് തുല്യമായി മുന്നോട്ട് ബേരോക് ടോക്ക് യാതൊരു തട്ടും തടസ്സവും ഇല്ലാതെ ഭയരഹിതമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പിതാക്കെ ചൽ ബസ്നെ കെ ബാദ് അച്ഛന്റെ മരണത്തിനു ശേഷം, ചൽ ബസ്ന മരണശേഷം, ഭായിയോं के बीच मां പുൽ ബനി രഹി സഹോദരന്മാർക്കിടയിൽ അമ്മ വീണ്ടും പാലമായി തീർന്നു. മാ ധീരെ ധീരെ ടൂട്ട്നെ ലഗി പതുക്കെ പതുക്കെ അമ്മ തകരുവാൻ തുടങ്ങി. ടൂട്ടന തകരുക. യാനി മാനസിക് രൂപ് സെ മാനസികമായും, വഹ് ധീരെ ധീരെ കംജോർ ഹോത്തി ഗയി പതുക്കെ പതുക്കെ ദുർബലയായി. കംജോർ ഹോന ദുർബലയാകുക. ഉസ്കെ ശരീർ പർ ബുഡാപ്പെ കാ അസർ ദിഖ്നെ ലഗ അവരുടെ ശരീരത്തിൽ വാർദ്ധക്യം കാണാൻ കഴിഞ്ഞു. വഹ് ശാരീരിക് രൂപ് സെ ഭി ശാരീരികമായും കംജോർ ഹോനെ ലഗി ഥി അമ്മ ദുർബലയായി കൊണ്ടിരുന്നു. കംജോർ ഹോന ദുർബലയാവുക. ഏക് ഹി ബാത് കോ മാം ഒരേ ഒരു കാര്യം, ഏക് ഹി ബാത് ഒരു കാര്യം, മാ ബാർ ബാർ കഹനെ ലഗി വീണ്ടും വീണ്ടും അമ്മ പറയുമായിരുന്നു. ബാർ ബാർ വീണ്ടും വീണ്ടും, കഹനെ ലഗി പറയുക. ബച്ചെ ഇസ് ആദത് കോ അമ്മയുടെ ഈ ശീലം, ആദത് ശീലം, ഉൻകെ ബഡ്ത്തെ ഹുയെ ബുഡാപ്പെ കി നിശാനി മാൻകർ ജീനെ ലഗെ ബഡ്ത്തെ ഹുയെ ബുഡാപ്പ അമ്മയ്ക്ക് വയസ്സായി എന്നുള്ളതിന്റെ അടയാളമായി, നിശാനി അടയാളമാണ് എന്ന് മാൻകർ ജീനെ ലഗെ മക്കൾ മനസ്സിലാക്കി. അമ്മ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ അമ്മ വൃദ്ധയായിരിക്കുന്നു എന്ന് മക്കൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഉസ്കി ആവാസ് കംജോർ ഹോത്തി രഹി അമ്മയുടെ ശബ്ദം, ആവാസ് ശബ്ദം, കംജോർ ഹോത്തി രഹി ശബ്ദം പോലും അമ്മയുടെ ദുർബലമായി തീർന്നു. വഹ് ധീരെ ധീരെ ദുർബൽ ഹോത്തി രഹി പതുക്കെ പതുക്കെ അമ്മ അങ്ങനെ ക്ഷീണിച്ചു കൊണ്ടിരുന്നു. ദുർബൽ ഹോന ക്ഷീണിക്കുക. ബച്ചോं के प्रति प्यार और दुलार से रहने वाली मां മക്കളോട് സ്നേഹവും ലാളനയും നൽകുന്ന അമ്മ, പ്യാർ ദുലാർ സ്നേഹവും ലാളനയും, ഏക് ദിൻ ബച്ചോं के ആശ്രയ മേ ആ ഗയി ഒരു ദിവസം അമ്മ മക്കളുടെ ആശ്രയത്തിലായി. ധീരെ ധീരെ ബച്ചോं के സശക്ത കന്തോം സെ പതുക്കെ പതുക്കെ ആ മക്കൾ തന്റെ ശക്തമായ തോളുകൾ കൊണ്ട്, സശക്ത കന്തോം ശക്തമായ തോളുകൾ കൊണ്ട്, മാ ബോജ് ബൻ ഗയി ആ തോളുകൾ കൊണ്ട് അമ്മ ആ തോളുകളിലേക്ക് അമ്മ ഒരു ഭാരമായി തീർന്നു. ബോജ് ബൻ ഗയി ഭാരമായി തീർന്നു. ജബ് തക് ബൂഢി മാ ജീവിത് രഹി അമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം, ബച്ചോं की देखरेख की जिम्मेदारी एक दूसरे के कंधों पर डालते रहे അമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം മക്കൾ അമ്മയുടെ ഉത്തരവാദിത്തം, ജിമ്മേദാരി തന്റെ ഉത്തരവാദിത്തം പരസ്പരം മാറ്റിക്കൊണ്ടിരുന്നു. കന്തോം പർ ഡാൽത്തെ രഹെ കന്തോം പർ ഡാൽന പരസ്പരം മാറി മാറി അമ്മയെ സംരക്ഷിച്ചു. സാരി ജിന്ദഗി ബച്ചോं के लिए ജീവിതകാലം മുഴുവൻ ആ മക്കൾക്കു വേണ്ടി ജീനേവാലി ജീവിച്ച അമ്മ, ബുഡാപ്പെ മേ ബച്ചോं के लिए ബാർ ബൻ ഗയി വാർദ്ധക്യാവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ മക്കൾക്കൊരു ഭാരമായി തീർന്നു. ഭാർ ബൻ ഗയി ഭാരമാവുക. पर माँ का मातृत्व बच्चों की इस कठिनाई को सह नहीं पाया എന്നാൽ അമ്മയുടെ മാതൃത്വം തന്റെ കുട്ടികളുടെ ഈ ബുദ്ധിമുട്ടിനെ, കഠിനായി ബുദ്ധിമുട്ട്, സഹനഹീപ്പായി തന്റെ മക്കൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ അമ്മയ്ക്ക് സഹിച്ചില്ല, കഴിഞ്ഞില്ല. വഹ് സ്വയം ഉൻകെ കന്തോസെ ഉത്തർ ഗയി ആ വിഷമത്തിൽ അമ്മ ഒരു ദിവസം മരിച്ചുപോയി. കന്തോസെ ഉത്തർ ഗയി മരിച്ചു പോവുക, മത്ലബ് ഉസ്കാ അന്തിം പ്രയാൺ ഹോ ഗയ അങ്ങനെ അമ്മ മരിച്ചുപോയി. മാക്കെ അഭാവമേ അമ്മ ഇല്ലാതായപ്പോൾ, അഭാവ് ഇല്ലാതെയാവുക, ന്യൂനത അമ്മയുടെ കുറവ് മനസ്സിലാക്കിയപ്പോൾ, ബച്ചെ ബേസഹാരെ ബൻഗയെ ആ മക്കൾ നിരാശ്രിതരായി. കവിതാമേ പ്രയുക്ത ശബ്ദ കഥൻ അവർ മുഹാവരെ ഈ കവിതയിൽ വന്നിട്ടുള്ള വാക്കുകള്, പ്രധാനപ്പെട്ട മുഹാവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയങ്ങള്, ശൈലികള്. വൃഷഭ് കന്ത അതായത് ശക്തമായ തോളുകൾ എന്നുള്ള വാക്ക്. കന്താബദൽന എന്നുള്ളത്
ഇവിടെ കന്താബദല്ല പറഞ്ഞാൽ തോള് മാറ്റുക, അതായത് ഉത്തരവാദിത്തം മാറ്റിക്കൊണ്ടിരുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഉത്തർഗയെ കന്തേ, തൻ്റെ തോളിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ള അർത്ഥമാണ്. ആദി കവിതാക്കോ ഓർ സശക്ത് ബനായ ഹേ, ഈ വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ കവിത വളരെ വളരെ ഭംഗിയായി തീർന്നിട്ടുണ്ട്. ഈ കവിതയിലൂടെ ഇന്നത്തെ തലമുറ എങ്ങനെയാണ് തൻ്റെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും ആ സ്നേഹിച്ചു ലാളിച്ചു വളർത്തിയ ആ മക്കൾ മാറി മാറിയാണ് എന്നുണ്ടെങ്കിലും അമ്മയുടെ മരണസമയത്ത് അമ്മയെ സംരക്ഷിച്ചു പോന്ന് നല്ലൊരു മരണം അമ്മയ്ക്ക് ലഭിച്ചു. തൻ്റെ അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ മക്കളുടെയും കർത്തവ്യമാണ് എന്നുള്ള ബോധം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ആശയം ഇവിടെ അവസാനിപ്പിക്കുന്നു. ധന്യവാദം.